ആലപ്പുഴ ജില്ലയിലെ 2 പ്രമുഖ ക്ഷേത്രങ്ങളിൽ കഴിഞ്ഞ ദിവസം സമർപ്പിച്ച ആനകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. അവ ഒരിക്കലും ഇടയില്ല, നാശനഷ്ടമുണ്ടാക്കില്ല, എന്തിനേറെ തീറ്റ പോലും കഴിക്കില്ല. ബോയ്സ് ഫോർ ഏഷ്യൻ എലിഫന്റ്സ് എന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് ജില്ലയിൽ ആദ്യമായി ജീവനുള്ള ആനകൾക്ക് പകരം ഈ റോബോട്ടിക് ആനകളെ സമർപ്പിച്ചത്. കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങളിൽ വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കമിട്ടുകൊണ്ടാണ് ജില്ലയിലെ 2 പ്രമുഖ ക്ഷേത്രങ്ങളിൽ റോബോട്ടിക് ആനകളെ സമർപ്പിച്ചത്. വോയിസസ് ഫോർ ഏഷ്യൻ എലിഫന്റ്സ് എന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് ജില്ലയിൽ ആദ്യമായി ജീവനുള്ള ആനകൾക്ക് പകരം ജീവനുള്ളവയെപ്പോലെ പ്രവർത്തിക്കുന്ന റോബോട്ടിക് ആനകളെ നൽകിയത്. ചേർത്തല പാണാവള്ളി നീലംകുളങ്ങര ശ്രീനാരായണ വിലാസം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കും ചേർത്തല ഓംകാരേശ്വരം ശ്രീരാമ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്കുമാണ് റോബോട്ടിക് ആനകളെ കൈമാറിയത്. നീലംകുളങ്ങര വിഷ്ണുദാസൻ, ഓംകാരേശ്വരം രാമസേനാപതി എന്നീ റോബോട്ടിക് ആനകളെ പൂർണ്ണമായ ആചാരങ്ങളോടെ ക്ഷേത്രസമിതികൾ ഏറ്റുവാങ്ങി. ചാലക്കുടിയിലെ ഫോർഹി ആർട്സ് ക്രിയേഷൻസിലെ ആർട്ടിസ്റ്റ് പ്രശാന്ത് പ്രകാശിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആനയെ നിർമ്മിച്ചത്. ഫൈബറും റബ്ബറും ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം. 10 അടി ഉയരവും 500 കിലോ ഭാരവും ഈ റോബോട്ടിക് ആനകൾക്കുണ്ട്. ആനകളുടെ കണ്ണുകൾ, ചെവികൾ, തുമ്പിക്കൈ, വാൽ എന്നിവ ജീവനുള്ള ആനയെപ്പോലെ തന്നെ ചലിക്കുന്നവയാണ്. എഴുന്നള്ളത്ത് സമയത്ത് 4 പേർക്ക് വരെ ഈ ആനയുടെ പുറത്ത് കയറാനും സാധിക്കും. പാരമ്പര്യവും ആചാരപ്പൊലിമയും ഒട്ടും ചോർന്നു പോകാതെ തന്നെ മൃഗങ്ങളോടുള്ള ക്രൂരത അവസാനിപ്പിക്കുവാൻ ഈ സംവിധാനം സഹായിക്കുമെന്ന് സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. മുൻപ് തമിഴ്നാട്ടിലെ ശ്രീ ശങ്കരൻ കോവിലിലും തൃശൂർ ചക്കംപറമ്പ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലും സംഘടന റോബോട്ടിക് ആനകളെ നൽകിയിരുന്നു. കൂടാതെ നിലമ്പൂരിൽ 340 കാട്ടാനകൾക്കായി സുരക്ഷിത ഇടനാഴി ഉറപ്പാക്കാൻ 4 ഏക്കർ ഭൂമി വിട്ടു നൽകിയതും പശ്ചിമബംഗാളിൽ എലിസൻസ് AI സാങ്കേതികവിദ്യയിലൂടെ ട്രെയിൻ അപകടങ്ങൾ ഒഴിവാക്കിയതും സംഘടനയുടെ പ്രധാന പ്രവർത്തനങ്ങളിൽ ചിലതാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. നമ്മുടെ ഗോഡ്സ് ആൻഡ് ഷാക്കോസ് ഡോക്യുമെന്ററി ഫിലിം ചെയ്തു. അപ്പോൾ അമ്പലത്തിലൊക്കെ ഞാൻ പോയി നോക്കി. ആനകൾ ചങ്ങല മാത്രമല്ല, ആ ചങ്ങലയിൽ അവരുടെ ഫ്ലഷിൽ കട്ട് ചെയ്ത് കണ്ണിലേന്ന് കണ്ണീര് കരയുന്ന അടിയടിന്ന് അടിക്കുന്ന മാമരുത്. അതുകൾ കൂട് കൊടുക്കുന്നില്ല, വെള്ളം കൊടുക്കുന്നില്ല, ഒന്നും കൊടുക്കില്ല, റെസ്റ്റ് ഇല്ല, ഒന്നുമില്ല. CDNet ന്യൂസ് കായംകുളം.